Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 ജൂൺ 7 ഞായറാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ വേനൽ ചൂട് മൂലമുണ്ടാകുന്ന വാഹനാപകടങ്ങളും തീപിടുത്തവും തടയാൻ സിവിൽ ഡിഫൻസും ക്യാപിറ്റൽ ട്രസ്റ്റീസ് ബോർഡും ചേർന്ന് പുതിയ സുരക്ഷാ ക്യാമ്പയിൻ ആരംഭിച്ചു. വാഹനങ്ങളിലെ എഞ്ചിൻ കൂളിംഗ്, കൂളന്റ് ലെവൽ, ബ്രേക്ക് ഫ്ലൂയിഡ്, ടയർ പ്രഷർ എന്നിവ കൃത്യമായി പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. ചൂടിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ലൈറ്ററുകൾ, എയറോസോൾ ക്യാനുകൾ, മൊബൈൽ ഫോൺ, പവർ ബാങ്ക് എന്നിവ വാഹനത്തിനുള്ളിൽ വയ്ക്കരുത്. ഫയർ എക്സ്റ്റിംഗ്വിഷറും വാർണിംഗ് ട്രയാങ്കിളും വാഹനത്തിൽ കരുതണം. കുട്ടികളെ ഒരു കാരണവശാലും കാറിൽ തനിച്ചാക്കരുത്. എന്തെങ്കിലും അപകടമുണ്ടായാൽ വാഹനം റോഡരികിലേക്ക് മാറ്റി ഹസാർഡ് ലൈറ്റുകൾ ഓണാക്കി യാത്രക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. മോഹൻലാലിൻ്റെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റിൻ ലാൽഖയിൽ സംഘടിപ്പിക്കുന്ന 2 ആഴ്ച നീളുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇതിൻ്റെ ഭാഗമായി മനാമ അൽ ഹിലാൽ ആശുപത്രിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ആദ്യ മെഡിക്കൽ ക്യാമ്പ് മികച്ച ജനപങ്കാളിത്തത്തോടെ നടന്നു. പ്രസിഡന്റ് FM ഫൈസലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന യോഗത്തിൽ കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും അഗസ്റ്റിൻ മൈക്കിൾ, ചിന്തു ഉത്തമൻ, സിജു കുമാർ, സജ്ജാദ്, സജ്ജു എന്നിവർ ആശംസകൾ നേരുകയും ചെയ്തു. സെക്രട്ടറി ഷൈജു കൻപ്രത്ത് സ്വാഗതവും ട്രഷറർ അരുൺ ജി നെയ്യാർ നന്ദിയും പറഞ്ഞു. വില്യാപ്പള്ളി മുസ്ലിം ജമാഅത്ത് ബഹ്റിൻ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ KMCC ഹാളിൽ ചേർന്ന യോഗത്തിൽ തെരഞ്ഞെടുത്തു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ഭാരവാഹികൾക്ക് പകരമായി AP ഫൈസൽ പ്രസിഡന്റ്, ഇസാഖ് കോറോത്ത് ജനറൽ സെക്രട്ടറി, PP ഹാഷിം ഷാജി ട്രഷറർ, അനസ് സേലത്ത് ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. MMS ഇബ്രാഹിം മേമുണ്ടയാണ് മുഖ്യ രക്ഷാധികാരി. NK മൂസ ഹാജി സീനിയർ വൈസ് പ്രസിഡന്റായും യോഗത്തിൽ പങ്കെടുത്ത മറ്റ് പ്രമുഖർ വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, രക്ഷാധികാരികൾ എന്നിവരായും ചുമതലയേറ്റു. ബീഹാറിലെ വനിതാ യത്തീംഖാന സംരക്ഷണം, 50 കുട്ടികൾക്കുള്ള വാത്സല്യം ദത്ത് പദ്ധതി, ചികിത്സാ ഭവന സഹായങ്ങൾ, ആംബുലൻസ് സർവീസ്, വിദ്യാഭ്യാസ പദ്ധതികൾ തുടങ്ങി നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് ജമാഅത്ത് നടത്തിവരുന്നത്. യോഗത്തിൽ ഇസാഖ് PK സ്വാഗതവും സഹീർ P വെല്ലിയാപ്പള്ളി നന്ദിയും രേഖപ്പെടുത്തി. വേൾഡ് മലയാളി ഫെഡറേഷൻ ബഹ്റിൻ നാഷണൽ കൗൺസിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. മിഡിൽ ഈസ്റ്റ് റീജിയൻ്റെ ഹരിതസ്പർശം 26 പദ്ധതിയുടെ ഭാഗമായി ബുദയ്യ ന്യൂ ഹൊറൈസൺ സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നാഷണൽ കൗൺസിൽ പ്രസിഡന്റ് മിനി മാത്യു വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പ്രതീഷ് തോമസ്, ജോബി ജോസ്, എബ്രഹാം തോമസ്, സ്കൂൾ ചെയർമാൻ ജോയ് മാത്യു, ഡോക്ടർ ഷബാന ഫൈസൽ എന്നിവർ ആശംസകൾ നേർന്നു. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് Send money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. സീറോ മലബാർ സൊസൈറ്റി ബഹ്റിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നാട്ടിലേക്ക് മടങ്ങിയ മുൻകാല ഭാരവാഹികളുടെയും അംഗങ്ങളുടെയും കുടുംബസംഗമം രജതാരവും
തൃശ്ശൂരിൽ നടന്നു. സിംസ് പ്രസിഡന്റ് PT ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ പ്രസിഡന്റുമാരായ PP ചാക്കുണ്ണി, റാഫി C ആന്റണി, ബെന്നി വർഗീസ് എന്നിവരടക്കമുള്ള മുൻകാല പ്രവർത്തകരെ ആദരിച്ചു. മുൻ ലേഡീസ് വിംഗ് പ്രസിഡന്റ് ജെയിൻ ബെന്നിയുടെ പ്രവർത്തനങ്ങളെ യോഗം പ്രത്യേകം പ്രശംസിച്ചു. ബഹ്റൈനിൽ നിന്നും ജനറൽ സെക്രട്ടറി നെൽസൺ വർഗീസ്, ജൂബിലി ജനറൽ കൺവീനർ പോൾ ഉരുവത്ത് എന്നിവരുൾപ്പെടെയുള്ള നിലവിലെ ഭരണസമിതി അംഗങ്ങൾ വീഡിയോ കോൺഫറൻസിംഗ് വഴി പരിപാടിക്ക് ആശംസകൾ നേർന്നു. സമസ്ത ബഹ്റൈൻ സാദൽ മുത്തഖീൻ ത്രൈമാസ ക്യാമ്പയിൻ്റെ ഭാഗമായി ജിദാലി ദാറുൽ ഖുർആൻ മദ്രസ ഹാളിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൽമാബാദ് അൽ ഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ 100-ലധികം ആളുകൾ പങ്കെടുത്തു. സമസ്ത ബഹ്റൈൻ വർക്കിംഗ് പ്രസിഡന്റ് VK കുഞ്ഞഹമ്മദ് ഹാജി, സെക്രട്ടറി SM അബ്ദുൽ വാഹിദ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ക്യാമ്പ് സന്ദർശിച്ചു. മുഹമ്മദ് മുസ്ലിയാൽ എടവണ്ണപ്പാറ, ഷഫീഖ് നജൂമി പെരുമ്പിലാവ്, ഹമീദ് കോടശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സമിതി ക്യാമ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. ബഹ്റൈൻ റിഫ മലയാളി അസോസിയേഷൻ്റെയും Fit19 ഫിറ്റ്നസിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. അസോസിയേഷൻ പ്രസിഡന്റും മുൻ മനുഷ്യാവകാശ സംഘടനാ ജനറൽ സെക്രട്ടറിയുമായ പൊൻകുന്നം സോബി വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഭാരവാഹികളായ നൌഷാദ് അബ്ദുൽ ഹമീദ്, റൌഫ് എസ്റ്റേറ്റ് മുഖ്, അഖിൽ കൃഷ്ണ, സുബൈർ അഹമ്മദ്, ഫയാസ് അബ്ദുൽ സലാം, അഭിലാഷ് തക്കല, ടോണി തങ്കച്ചൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.